രാജ്യത്ത് ക്രൈസ്തവ വേട്ടയ്ക്ക് നേതൃത്വം കൊടുക്കുന്നത് സംഘപരിവാർ സംഘടനകളാണ് എന്നാണ്. പല പേരുകളിൽ ഇവർ അറിയപ്പെടും. വിശ്വ ഹിന്ദു പരിഷത്ത് എന്നറിയപ്പെടും, ഹിന്ദു ഐക്യവേദി എന്നറിയപ്പെടും, കർണിസേന എന്നറിയപ്പെടും, ഹനുമാൻ സേന എന്നറിയപ്പെടും. അങ്ങനെ പല പേരുകളിൽ ഇവരുണ്ട്. ബജ്രംഗദൾ. അങ്ങനെ അവർക്ക് ഓരോ സ്ഥലത്ത് ഓരോ രൂപവും ഓരോ ഭാവവുമാണ്. അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ക്രൈസ്തവ വേട്ടയാണ്. ഇത് പറയുന്നത് യുണൈറ്റഡ് ക്രിസ്ത്യൻ ഫോറം എന്ന് പറയുന്ന ഒരു സംഘടനയാണ്. ക്രിസ്ത്യൻ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് യുണൈറ്റഡ് ഫോറം. അവരുടെ ഹെൽപ്പ് ലൈൻ കണക്കനുസരിച്ച് രാജ്യത്ത് 2014 മുതൽ 2024 വരെയുള്ള കാലഘട്ടം പരിശോധിച്ചാൽ ഇവിടെ നടക്കുന്നത് കൊടിയ ക്രൂരതകളാണ്. 2014 രാജ്യത്ത് 127 ദേവാലയങ്ങൾ ആക്രമിക്കപ്പെട്ടു. ദേവാലയങ്ങളോ ക്രൈസ്തവ സഭകളോ അല്ലെങ്കിൽ ക്രൈസ്തവരോ ആക്രമിക്കപ്പെട്ട കേസുകളാണ് രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഈ ഹെൽപ്പ് ലൈനിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ട കണക്കാണ്, അല്ല പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത കണക്കല്ല, ഹെൽപ്പ് ലൈനിൽ. അത് 2019 ആകുമ്പോൾ, അതായത് 2014 മുതൽ 19 വരെയുള്ള 5 വർഷമല്ല, 2019 വർഷത്തിൽ അത് 328 ഉയരുന്നു. അത് 2020 ശേഷം അതിൻ്റെ ഒരു കുതിച്ചു ചാട്ടമാണ്. 2020 ശേഷം 2021 505 പള്ളികൾ ആക്രമിക്കപ്പെടുന്നു, 2022 601 പള്ളികൾ ആക്രമിക്കപ്പെടുന്നു, 2023 734 ദേവാലയങ്ങൾ 12 മാസത്തിനുള്ളിൽ ആക്രമിക്കപ്പെടുന്നു. 2024 നവംബർ മാസം വരെ, അതായത് കഴിഞ്ഞ 11 മാസങ്ങളിൽ 745 ദേവാലയങ്ങളാണ് ആക്രമിക്കപ്പെട്ടത്, അല്ലെങ്കിൽ ക്രൈസ്തവ സഭകളോ ക്രൈസ്തവരോ ആക്രമിക്കപ്പെട്ടിട്ടുണ്ടെന്ന് ഈ ഹെൽപ്പ് ലൈനിലെ കണക്കുകൾ സൂചിപ്പിക്കുന്നു. ഇത് പറയുന്നത് AC മൈക്കിൾ എന്ന് പറയുന്ന അവരുടെ വക്താവാണ് ഈ കണക്കുകൾ പുറത്തുവിട്ടിട്ടുള്ളത്. എന്നിട്ട് കഴിഞ്ഞ 5 വർഷമായി ദേശീയ ന്യൂനപക്ഷ കമ്മീഷനിൽ ക്രൈസ്തവരുടെ പങ്കാളിത്തമില്ല. ആലോചിച്ച് നോക്കുക. BJP ഭരിക്കുന്ന 12 സംസ്ഥാനങ്ങളിൽ മതം മാറ്റ നിരോധന നിയമം നടപ്പിലാക്കി കഴിഞ്ഞു. മതം മാറ്റം നല്ല കാര്യമെന്ന് വാദിക്കുകയല്ല, നിരോധന നിയമം നടപ്പിലാക്കി. ക്രിസ്ത്യാനികളിൽ നിന്ന് ഘർവാപ്പസി എന്ന് പേരിട്ട്, ഓമന പേരിട്ട് സംഘപരിവാർ ആളുകൾ വിളിക്കുന്ന സംഭവത്തിലൂടെ ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കുകയും ചെയ്യുന്നു. ഇതാണ് രാജ്യത്ത് നടക്കുന്ന ഒരു പൊതുവേ ഉള്ള കാഴ്ച. എന്നിട്ടാണ് ആട്ടിൻ തോലിട്ട ചെന്നായ്ക്കളെ പോലെ കേരളത്തിൽ സ്നേഹ സന്ദേശ യാത്രയുമായി K. സുരേന്ദ്രൻ ബിഷപ്പുമാരുടെ തിണ്ണ നിരങ്ങാൻ ഇറങ്ങിത്തിരിക്കുന്നത്. ഈ കേക്ക് ശരിക്കും നിഷേധിക്കണം. വേണ്ട. നിങ്ങൾ മണിപ്പൂരിൽ നോക്കൂ. ഞാൻ നേരത്തെ പറഞ്ഞ കണക്കുകളിൽ മണിപ്പൂരിൻ്റെ കണക്കില്ല. മണിപ്പൂരിൽ കഴിഞ്ഞ ഒരു വർഷമായി തുടരുന്ന ആ ലഹളയുണ്ടല്ലോ, ആ ലഹളയുമായി ബന്ധപ്പെട്ട് 200ഓളം ദേവാലയങ്ങളാണ് ആക്രമിക്കപ്പെട്ടത്. 200ഓളം ദേവാലയങ്ങൾ മാത്രമല്ല, അവിടുത്തെ ക്രൈസ്തവരും നിരന്തരം ആക്രമിക്കപ്പെടുന്നുണ്ട് മണിപ്പൂരിൽ. ഇങ്ങനെയുള്ള സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ BJPയുടെ സംഘപരിവാർ അജണ്ട നടപ്പിലാക്കാൻ ഇറങ്ങിത്തിരിക്കുന്ന BJPയുടെ സ്നേഹ സന്ദേശ യാത്രയും ഈ കേക്കുമൊക്കെ എങ്ങനെ ആണ് ബിഷപ്പുമാർക്ക് സ്വീകരിക്കാൻ കഴിയുക? BJP അങ്ങനെ തള്ളി അടച്ചാക്ഷേപിക്കുന്ന സമീപനവുമല്ല. ജനാധിപത്യ പാർട്ടിയാണെങ്കിൽ അവർ ചെയ്യേണ്ടതെന്താണ്? രാജ്യത്തെ എല്ലാ മതങ്ങളെയും എല്ലാ മനുഷ്യരെയും സ്നേഹിക്കാൻ പഠിക്കണം. അതുകൊണ്ടാണല്ലോ സന്ദീപ് വാര്യർ പുറത്തിറങ്ങിയതെന്ന് പറഞ്ഞത്. ഇന്ന് വെറുപ്പിൻ്റെയും വിദ്വേഷത്തിൻ്റെയും ഫാക്ടറിയിൽ നിന്നാണ് എനിക്ക് മോചനം കിട്ടിയത്. ഞാനിപ്പോൾ സ്നേഹത്തിൻ്റെ കടയിൽ അക്കൗണ്ട് തുറന്നിട്ടുണ്ട് എന്ന് അദ്ദേഹം പറയണമെങ്കിൽ BJPക്ക് ഉള്ളിൽ നിന്നുകൊണ്ട് പൊരുതിയ ആളാണല്ലോ സന്ദീപ് വാര്യർ. അപ്പോൾ സന്ദീപ് വാര്യർക്ക് കൃത്യമായ കാര്യം അറിയാമല്ലോ BJPയുടെ അജണ്ട എന്താണെന്ന്. അപ്പോൾ ഈ സ്നേഹ സന്ദേശ യാത്രയൊക്കെ വെറും കാപട്യമാണെന്ന് തെളിയിക്കുന്ന കണക്കുകളാണ് ക്രിസ്ത്യൻ യുണൈറ്റഡ് ഫോറം പുറത്തുവിട്ടിരിക്കുന്നത്. അത് മാത്രമല്ല, നമുക്ക് കേരളത്തിലോട്ട് നോക്കാം. കേരളത്തിൽ പാലക്കാട് നടന്ന എന്താണ്? നല്ലേപ്പള്ളി UP സ്കൂളിൽ 3 VHPക്കാർ കടന്നു ചെന്ന് കുട്ടികളും അധ്യാപകരും കൂടി മധുരം പങ്കുവച്ച് ക്രിസ്മസ് കരോൾ ഗാനം പാടിക്കൊണ്ടിരുന്നപ്പോഴാണ് ഇവരുടെ ഇടിച്ചു കയറ്റം. ആലോചിച്ച് നോക്കുക. അതുപോലെ തന്നെ ആലപ്പുഴ അവിടെ നടന്ന എന്താ? ജീപ്പിൽ ക്രിസ്തുമസ് സന്ദേശം നൽകിപ്പോയ സംഘത്തെ തടഞ്ഞു നിർത്തുന്നു. RSS നേതാവ് തടഞ്ഞു നിർത്തിയിട്ട് ആക്രോശിക്കുന്നു മൈക്കൊക്കെ ഓഫാക്കാൻ. ഇതെവിടുത്തെ നീതിയാണ്? ഇത് കേരളമല്ലേ? അതുകൊണ്ട് DYFI പ്രവർത്തകർ നിരത്തിലിറങ്ങി പരസ്യമായി സൗഹാർദ്ദ കൂട്ടായ്മയുടെ ഭാഗമായി അവർ കരോളും അതുപോലെ തന്നെ ക്രിസ്മസ് കേക്ക് പങ്കുവയ്ക്കലുമൊക്കെ നടത്തുന്നുണ്ട് പ്രതിരോധത്തിൻ്റെ ഭാഗമായി. ഇതെല്ലാം കേരളത്തിൻ്റെ മതേതര കാഴ്ചപ്പാടിനെ തകർക്കാനുള്ള ഗൂഢലക്ഷ്യമാണ്. അതുപോലെ തന്നെ ഈ നല്ലേപ്പള്ളിയിൽ UP സ്കൂളിൽ ആക്രമണം നടന്ന് 3 പേരെ റിമാൻഡ് ചെയ്തു. തൊട്ടടുത്ത് ചിറ്റൂർ തത്തമംഗലത്ത് നടന്നതോ ഒരു സ്കൂളിൽ അധ്യാപകരും വിദ്യാർത്ഥികളും ചേർന്ന് ഒരു പുൽക്കൂട് ഒരുക്കി. ഓഫീസ് മുറിയോട് ചേർന്നുള്ള ഗ്രില്ലിട്ട ഒരു വേദിയിലാണ് ഈ ക്രിസ്മസ് ഇത് ഒരുക്കിയിരുന്നത്. ഗ്രില്ലിൽ നിന്ന് വളരെ ദൂരെയാണ് ഈ പുൽക്കൂട്. കുട്ടികൾ തയ്യാറാക്കിയതാണ്. വലിയ ആഡംബരമുള്ളതോ അങ്ങനെയൊന്നുമില്ല, സാധാരണ ഒരു പുൽക്കൂട്. അതും അസൂയപ്പെട്ടു ഈ ആളുകൾ. അതിനെ തെങ്ങോലയുടെ മടൽ കൊണ്ട് വലിച്ച് ഗ്രില്ലിനടുത്തോട്ട് വെച്ചിട്ട് എല്ലാം വാരി പുറത്തിട്ടിരിക്കുന്നു. ആലോചിച്ച് നോക്കുക. അതിൻ്റെ എനിക്ക് ആവശ്യമുണ്ടോ? സ്കൂളുകളിലും കോളേജുകളിലുമൊക്കെ ക്രിസ്മസ് ഒക്കെ ആഘോഷിക്കുന്നത് എത്രയോ വർഷമായി തുടരുന്ന സംഭവമാണ്. ഓണം ആഘോഷിക്കുന്നു, ഈദ് ആഘോഷിക്കുന്നു. അതൊക്കെ എല്ലാ കോളേജുകളിലും സ്കൂളുകളിലും ഒക്കെ നടക്കുന്ന കാര്യം തന്നെയാണ്. അവധിക്ക് പോകുന്നതിന് തൊട്ട് മുന്നേ ഈ ആഘോഷങ്ങളിൽ എല്ലാ ആളുകളും പങ്കെടുക്കും, പരസ്പരം ആശംസ കൈമാറും.
ഇതിന് ജാതിയോ മതമോ വർഗമോ വ്യത്യാസമില്ലാതെ എല്ലാ കുട്ടികളും ഇതൊക്കെ ആഘോഷിക്കുന്നതാണ്. അപ്പോൾ ഇവർക്കത് സഹിക്കുന്നില്ല. ഇവർക്ക് ക്രൈസ്തവ വേട്ടയാണ് മുഖ്യം. വേട്ടയാണ് മുഖ്യം VHPക്കും അതുപോലെ തന്നെ ഈ ബജ്രംഗ് ദൾ, കർണിസേന തുടങ്ങിയ സംഘപരിവാർ ശക്തികൾക്കും. ഇത് തിരിച്ചറിഞ്ഞിട്ടാണ് മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഈ കുറ്റവാളികൾക്കെതിരെ തത്തമംഗലം സ്കൂളിലെ ക്രിസ്മസ് പുൽക്കൂട് തകർത്ത സംഭവത്തിലും അതുപോലെ തന്നെ സ്കൂളിൽ ക്രിസ്മസ് ആഘോഷം തടഞ്ഞ സംഭവത്തിലും കുറ്റവാളികൾക്കെതിരെ കർശന നടപടിയെടുക്കുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. അത് മന്ത്രി കൃഷ്ണൻകുട്ടിയെ ആ സ്കൂൾ അധികൃതരെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. സ്കൂൾ അധികൃതർ ചിറ്റൂർ പോലീസിൽ പരാതി നൽകി. DYSPയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം തത്തമംഗലത്ത് അന്വേഷണം നടത്തുന്നുണ്ട്. ഡോഗ് സ്ക്വാഡും വിരലടയാള വിദഗ്ധരുമൊക്കെ സംഭവ സ്ഥലത്തെത്തി പരിശോധനകളും നടത്തിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, പ്രധാനമന്ത്രിയുടെ ക്രൈസ്തവ സ്നേഹവും ക്രിസ്തു സന്ദേശം അനുസരിച്ച് ജീവിക്കണമെന്നുള്ള ആഹ്വാനവും ഒക്കെ നല്ലത് തന്നെ. കാത്തലിക് ബിഷപ്പ് കോൺഫറൻസ് ഓഫ് ഇന്ത്യ സംഘടിപ്പിച്ച ക്രിസ്മസ് ആഘോഷത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുത്തത് നല്ലത് തന്നെയാണ്. അതിനൊന്നും ഒരു വിദ്വേഷമോ വെറുപ്പോ ആർക്കും തോന്നുകയുമില്ല. പക്ഷേ ഒരു വശത്ത് ഈ സ്നേഹം പ്രകടിപ്പിക്കുമ്പോൾ അതായത് ഇവിടെ ഇങ്ങനെ തലോടൽ, പിന്നിലൂടെ ആക്രമണം, നേരെ കാണുമ്പോൾ നമുക്ക് തോന്നും എന്താണ് ഇവർ തലോടുകയാണ് എന്ന് തോന്നും. പക്ഷേ പിന്നിൽ എന്താണ് നടക്കുന്നത്? അതിഭീകരമായ ക്രൈസ്തവ വേട്ടയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനെതിരെ രാജ്യത്തെ മതേതര ബോധമുള്ള ആളുകൾ പ്രതികരിക്കും എന്ന പ്രതീക്ഷയാണ് ഇന്നത്തെ ദേശാഭിമാനി ദിനപത്രമൊക്കെ പങ്കുവച്ചിട്ടുള്ളത്.